തലസ്ഥാനത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടത്തിയതിൽ ജാള്യത മറയ്ക്കാൻ ആഭ്യന്തര വകുപ്പ്. പ്രതികളുടെ നിലവിലുള്ള ജാമ്യം റദ്ദാക്കാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. ഒന്നാം പ്രതി നിതിൻ രാജ്, 16-ാം പ്രതി I.P. ബിനു എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം നൽകിയിരിക്കുന്നത്. ദിലീപ് കുറ്റിച്ചലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, എന്തായാലും കുറച്ചധികം വൈകിയാണ് നടപടി. നമ്മൾ ജനം TV വാർത്ത ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം വളരെ വൈകിയുള്ള നടപടി, എന്നിട്ടിപ്പോൾ ജാള്യത മറയ്ക്കാനായി ഒരു ശ്രമവും, അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഓണാഘോഷത്തിന്റെ പങ്കാളികളായത്. പ്രത്യേകിച്ച് ഇ.ഡി. കേസിലെ പ്രധാന പ്രതികളായ I.B. ബിനുവും അതോടൊപ്പം നിതിൻ രാജുമാണ് ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. സ്വാഭാവികമായിട്ടും ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ആ ഒരു ഓണാഘോഷത്തിന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതികൾക്ക് എത്രത്തോളം പോലീസ് സ്റ്റേഷനിലും അതുപോലെ പോലീസിലെ ഉദ്യോഗസ്ഥർക്കും ഇടയിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു അവസാന തെളിവായിരുന്നു ഈ ഒരു സംഭവം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ എസ് സന്തോഷ് കുമാർ ഇത് സംബന്ധിച്ച് കോടതിയിലേക്ക് ഒരു ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നതും. എന്തായാലും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ആദ്യം മുതലൊക്കെ സ്വീകരിച്ചു പോകുന്നത്. ഇത് വാർത്തയെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. ആര്യ.